Past. He will leak our bedroom video. I had taken tablets for depression, but he didn't tell me. സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിൽ ഇത്രയും കള്ളത്തരം കാണിക്കുക, മോളെയും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായത് 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി, 18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ്. എൻ്റെ ആദ്യത്തെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞ് എനിക്കെതിരെ തിരിഞ്ഞു. ഇങ്ങനെ കുറെ നാളായിട്ട് കുറെ കാര്യങ്ങൾ ബാല സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു. ബാലയുടെ ഇമോഷണൽ പ്രസന്റേഷൻ, പറയുന്ന രീതി, ഇതൊക്കെ കാരണം ഒരു 70% ആളുകളും ബാലയ്ക്കൊപ്പം ആയിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തു വന്ന കാര്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. 3-4 പേര് ഇപ്പൊ വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. ബാലയുടെ ആദ്യത്തെ ഭാര്യ അമൃത, ബാലയുടെ രണ്ടാമത്തെ ഭാര്യ എലിസബത്ത് ഉദയൻ, പിന്നെ ബാല. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടന്ന സംഭവവികാസങ്ങളെ പറ്റി ക്ലിയർ ഒരു ഐഡിയ കിട്ടും. കുറെ കാലമായിട്ട് അമൃതയെ പറ്റിയും കുഞ്ഞിനെ പറ്റിയും എലിസബത്തുമായിട്ട് പിരിഞ്ഞ ശേഷം എലിസബത്തിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ബാല പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ അമൃതയാവട്ടെ അല്ലെങ്കിൽ എലിസബത്ത് ആവട്ടെ ഒരു കാര്യങ്ങളും പുറത്ത് പറയുന്നില്ല. എലിസബത്തിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കുറെ കാലമായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുക എലിസബത്തും അവസാനം മൗനം വെടിഞ്ഞിരിക്കുകയാണ്. എലിസബത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമൃത പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി ബാല കുറച്ച് കാര്യങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ക്വാഷ് ചെയ്യാൻ വന്നപ്പോൾ അമൃതയുടെ വക്കീലിനും ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. അത് അമൃതയുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്തു വരികയാണ്. കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിൽ കുറച്ച് ഫോർജറി നടന്നിരിക്കുന്നു. അതിൽ 5-ാമത്തെ പേജിൽ ബാലയുടെയും അമൃതയുടെയും കുട്ടിക്ക് ഏകദേശം 15 ലക്ഷം രൂപ ജീവിതകാലം മുഴുവത്തേക്ക്, അത് പഠിക്കാനാവട്ടെ എന്തിനും ആവട്ടെ 18 വയസ്സിന് ശേഷം ഉപയോഗിക്കാമെന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ പേപ്പർ മാറ്റിയിരിക്കുകയാണ്. അതിനകത്ത് അമൃതയുടെ കള്ളൊപ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് അമൃത പറയുന്നത്. ഈ നാഴികയ്ക്ക് 100 വട്ടം എനിക്ക് കോടികളുടെ സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്ന ഈ പുള്ളി ആ 15 ലക്ഷത്തിന് വേണ്ടി വർഷം ഇത്രയും പ്രീമിയം അടയ്ക്കണമെന്നുണ്ടായിരുന്നു. അത് പുള്ളി അടയ്ക്കാറില്ല. അടച്ച പ്രീമിയം കൊണ്ടെല്ലാം വിഡ്രോയും ചെയ്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. എൻ്റെ മോളെ എനിക്ക് ജീവനാണ്, എൻ്റെ മോളെ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി സ്വന്തം മോൾ തനിക്കെതിരെ വന്നാൽ പോലും ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല. അതും പുള്ളിക്ക് ഉള്ള സ്വത്ത് വെച്ച് നോക്കുമ്പോൾ 15 ലക്ഷം ഒന്നുമല്ല, എന്നിട്ടും പുള്ളി അത് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. അതും അമൃതയുടെ കള്ളൊപ്പിട്ട്. ഇതിനെതിരെയുള്ള നിയമ നടപടിയായിട്ട് അമൃത മുന്നോട്ട് പോവുകയാണ്. ഇതിനെപ്പറ്റി അമൃത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് എലിസബത്തിന് എന്താണ് പറയാനുള്ളത്, ബാലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അമൃത എന്താണ് പറയുന്നത് കേട്ട് തിരിച്ചു വരും. കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ. അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിന് ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. എന്താ പറയുക, ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ കൂടെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മകൾ എനിക്ക് ജീവനാണ്, എൻ്റെ മകൾ എനിക്ക് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി സ്വന്തം മകളെ ചതിക്കുന്ന ഒരു രീതിയിലല്ലേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി
നമ്മുടെ എലിസബത്തിനും കുറച്ച് ധൈര്യമൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും നാൾ പേടിച്ച് വരണ്ടിരുന്ന എലിസബത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. If no police or anybody is ready to complain, after all this happening in front of media, I don't know. He is threatening me, telling he will tell his past. He will leak our bedroom video. I had taken tablets for depression, but he didn't tell me. He abused me, he raped me, he cheated me. Many more girls. My hands are shaking typing this because of helplessness. He publicly told I am infertile. He indirectly gave wrong medicine. എന്താണ് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബെഡ്റൂം വീഡിയോ ഒക്കെ ബാലയുടെ കയ്യിലുണ്ട്, അത് പുറത്തു വിടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ് ത്രട്ടൺ ചെയ്യുക, ഉപദ്രവിക്കുമെന്ന് പറയുക, പേടിപ്പിക്കുക. കുറെ കാലമായിട്ട് ഞാൻ ഇവരെ വീഡിയോ കാണുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഇവരെന്താ പേടിച്ച് ഇവിടെ നോക്കി എന്താ വല്ലാതിരിക്കുന്നത്. ഇപ്പോഴാണ് അതിന്റെ കാര്യം പിടികിട്ടിയത്. ഈ പുള്ളി നല്ല രീതിയിൽ ത്രട്ടൺ ചെയ്തിട്ടുണ്ട് എന്നാണ് സെക്കൻഡ് വൈഫ് പറയുന്നത്. എന്തിനാ നിങ്ങൾ ഒന്നിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ എന്തിനാ പുറകെ നടന്ന് ത്രട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം വീഡിയോ പുറത്തു വിടും. സ്വന്തം ഭാര്യയുടെ കൂടെയുള്ള വീഡിയോ എടുത്തു വെക്കുക. ഇതൊക്കെ എന്ത് രീതിയാണ്? കുറച്ച് കാര്യങ്ങളിലൂടെ എലിസബത്ത് പറയുന്നുണ്ട്, അതുകൂടെ കണ്ട് തിരിച്ചു വരാം. ആസ്ക് ഹിം ടു ക്യാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ്. We met in FB. I have all the messages and voice recording. He had relationship with other woman when he was with me. I don't know how he married again. He put wedding chain on me and invited people for wedding and wedding done in presence of police. എലിസബത്ത് പറയുന്നത് ഇവരുമായിട്ട് ബന്ധം തുടങ്ങിയപ്പോൾ തന്നെ ബാലയ്ക്ക് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമൃത പറയുന്നുണ്ടായിരുന്നു വേറൊരാളുമായിട്ടും അവരറിയാതെ കല്യാണം നടന്നിരുന്നുവെന്ന്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ബാലയെ പറ്റി പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ബാലയെങ്കിൽ അപ്പൊ ഇത്രയും നാള് അമൃതയാവട്ടെ, അമൃതയുടെ കുഞ്ഞാവട്ടെ, അല്ലെങ്കിൽ എലിസബത്ത് ആവട്ടെ, അവരൊക്കെ അനുഭവിച്ചു പോയ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെ പറ്റി ആലോചിച്ച് നോക്ക്. ബാല വന്നുകൊണ്ട് ഇമോഷണലായി കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയെ വരെ പറ്റിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളം എക്സ്ട്രീമായിട്ട് പോകാൻ നോക്കും ഒരു കാര്യത്തിൽ. സ്വന്തം വിജയത്തിന് വേണ്ടി ഏത് എക്സ്ട്രീമും പോകുന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഇതിനെപ്പറ്റി റിപ്പോർട്ടർ ചാനൽ ബാലയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി നൈസായിട്ട് സ്കൂട്ട് ആവുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ബാല, ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നത്. കുറെ കേസ് പിന്നെയും വന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്ക് അറിയുന്നില്ല. അമൃത പറഞ്ഞത് വളരെ മനോഹരമായിട്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ട്. ഓക്കെ ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, അത് എനിക്ക് അറിഞ്ഞാലേ. അതെ, മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. പുള്ളി തന്നെ മീഡിയയിലൂടെയാണ് ഇത് കേൾക്കുന്നതാണ് പുള്ളി പറയുന്നത്. എന്ത് പാവമാണ് ബാല. ബാലയ്ക്ക് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പാപ്പുനെ ഇത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി, കോടികളുടെ സ്വത്തുള്ള ഒരാൾ, ഒരു അമൃതയോടുള്ള ദേഷ്യത്തിന് വേണ്ടി 15 ലക്ഷം പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചു. ബാല ഇപ്പോൾ തന്റെ പുതിയ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബാലയും ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയും തമ്മിലുള്ള കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ നല്ല വ്യൂസോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം പുള്ളി ഒരു അച്ഛനാവാൻ പോകുന്നുള്ള കാര്യവും പുറത്ത് വിട്ടിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഫെയിമുള്ള ഒരു വ്യക്തിയല്ലേ. കേരളത്തിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ബാല എന്ന് പറയുന്ന ആൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. കുറെ കാലം നിങ്ങൾ നിങ്ങളുടെ ആദ്യ ഭാര്യയെ പറ്റിയും കുഞ്ഞിനെ പറ്റിയും കുറെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനിയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. നിങ്ങളിപ്പോൾ ഹൈക്കോടതിയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ബാല തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും മാറാൻ ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.